ഓം നമോ നാരായണായ. ആരാണ് ഹിരണ്യഗർഭൻ? ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠ ദർശനം, അതേപോലെ സൃഷ്ടിയുടെ തുടക്കം എന്നീ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് നാരായണ ഭട്ടതിരി രചിച്ചിട്ടുള്ള നാരായണീയത്തിലെ 7-ാമത്തെ ദശകത്തിൻ്റെ വ്യാഖ്യാനമാണിവിടെ ചെയ്യുന്നത്. ശ്ലോകം 1. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോ അസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ അഭൂത സ്ഫീത രജോ വികാരവികസൻ നാനാ സിസൃക്ഷാരസ. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ, ഇപ്രകാരം 14 ലോകങ്ങളുടെയും രൂപത്തിൽ ജാതഃ ത്വം പുനഃ, വീണ്ടും അവതരിച്ചിട്ടുള്ള അങ്ങ്, തസ്യ ഊർധ്വം, ഈ 14 ലോകങ്ങളുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന, ഖലു സത്യലോകനിലയേ, സത്യലോകം എന്ന് പേരായ ലോകത്തിൽ ധാതാ ജാതഃ അസി, ധാതാവായി, അതായത് ബ്രഹ്മാവായി അങ്ങ് തന്നെ ആവിർഭവിച്ചു. ഇയം അഖില ത്രൈലോക്യജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി. ആരെയാണോ ത്രൈലോക്യത്തിൻ്റെയും 3 ലോകങ്ങളുടെയും ജീവാത്മാവാകുന്ന ഹിരണ്യഗർഭൻ എന്ന പേരിൽ പറയപ്പെടുന്നത്, അതും ഭഗവാൻ തന്നെയാകുന്നു. യഹ സ്ഫീത രജോ വികാരവികസൻ നാനാ സിസൃക്ഷാരസ അഭൂത്. അദ്ദേഹം പിന്നീട് രജോവികാരത്തിൻ്റെ, രജോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് സൃഷ്ടി ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടു കൂടിയവനായി ഭവിച്ചു. അതായത് ഈ 14 ലോകങ്ങളുടെയും രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങു തന്നെയാണ്. അതിനുശേഷം വീണ്ടും അങ്ങ് ഈ 14 ലോകങ്ങളുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന സത്യലോകം എന്ന ലോകത്തിൽ സ്വയം ബ്രഹ്മാവായി അവതരിച്ചിട്ട് കർമ്മങ്ങൾക്ക് പ്രേരണ നൽകുന്ന രജോവികാരത്തിൻ്റെ ആധിക്യത്താൽ സൃഷ്ടി നടത്തുക എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളവനായി ഭവിച്ചു. ഈ 3 ലോകങ്ങളുടെയും ജീവാത്മാവായി പറയപ്പെടുന്ന ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന പേരിലും പറയപ്പെടുന്നു. 2-ാമത്തെ ശ്ലോകം. സോയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥിവാൻ താവത് ത്വം ജഗതാംപതേ തപഃ തപേത്യേവം ഹി വൈഹായസീം വാണീ ഏനമശിശ്രവ ശ്രുതിസുഖാം കുർവം തപഃപ്രേരണാം. സ അയം വിശ്വവിസർഗദത്തഹൃദയഃ, ആ ബ്രഹ്മാവ് ഈ വിശ്വത്തെ സൃഷ്ടി ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഉത്സുകനായിട്ടുള്ള ഹൃദയത്തോടെ സ്വയം സംപശ്യമാനഃ വിശ്വവിഷയം, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആ അറിവിൻ്റെ ബോധം, ആ ബോധം ഖലു അനവാപ്യ, വിശ്വത്തിൻ്റെ കിടപ്പിനെ പറ്റിയുള്ള ബോധം ഉള്ളവനാണ് എങ്കിലും ചിന്താകുലഃ തസ്ഥിവാൻ, പ്രാകൃത പ്രളയത്തിന് മുൻപ് സ്ഥിതി ചെയ്തിരുന്ന ജഗത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി ഉള്ള അറിവുകളെല്ലാം ബ്രഹ്മാവിനുണ്ടായിരുന്നു എങ്കിലും ആ പ്രളയത്തിനു ശേഷം വീണ്ടും സൃഷ്ടി ചെയ്യുക എന്നുള്ള കാര്യത്തിന് മുതിർന്നപ്പോൾ അദ്ദേഹം അവ്യക്തനായി ചിന്താമഗ്നനായി ഇരുന്നു പോയി. അപ്പോൾ ജഗതാംപതേ താവത് ത്വം, അല്ലയോ ലോകനാഥ, അപ്പോൾ അങ്ങു തന്നെ തപപ്രേരണ കുർവൻ തപഃ തപ ഇത്യേവം ശ്രുതിസുഖാം വൈഹായസീം വാണീം ഏനം അശിശ്രവ. തപപ്രേരണ കുർവൻ, തപസ്സിന് പ്രേരണ നൽകിക്കൊണ്ട്, തപഃ തപ ഇത്യേവം, തപസ്സു ചെയ്യൂ എന്നിങ്ങനെ, ശ്രുതിസുഖാം വൈഹായസീം വാണീം, ശ്രുതിസുഖാം കാതുകൾക്ക് മാധുര്യമാർന്ന സ്വരത്തിൽ, വൈഹായസീം വാണീം ഒരു അശരീരി വാക്കിനെ, ഏനം അശിശ്രവ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു.
ബ്രഹ്മാവിന് സൃഷ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിലും ആ ഒരു ചിന്തയെപ്പറ്റി അവ്യക്തനായി ചിന്താമഗ്നനായി ഇരുന്ന സമയത്ത് ഭഗവാനെ അങ്ങ് തന്നെയാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാനായി പ്രേരിപ്പിച്ചുകൊണ്ട് മധുരമായ അശരീരി വാക്കിനെ കേൾപ്പിച്ചത് എന്ന് അർത്ഥം. മൂന്നാമത്തെ ശ്ലോകം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം സഹസ്ര ആത്മതപസാ തേന ത്വം ആരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ഭഗവാനാൽ പുറപ്പെടുവിച്ച ആ അശരീരി വാക്കിനെ കേട്ടിട്ട് കഹ അസൗ പുമാൻ മാം അവദിത് ഇത് മാം അവദത് ഇതി, ആരാണ് എന്നോടിത് ഇപ്രകാരം പറഞ്ഞത് എന്നോർത്തിട്ട് ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ, പ്രളയജലത്താൽ നിറഞ്ഞ ആ ലോകങ്ങൾക്ക് അകത്ത് എല്ലാ ദിക്കുകളിലും നോക്കിയിട്ടും കിനപി അനീക്ഷിതവത, ഒന്നും തന്നെ ആരെയും തന്നെ കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥം ഉത്പശ്യത, ആ കേട്ട വാക്കിൻ്റെ അർത്ഥത്തെ സ്വയം നിരീക്ഷിച്ചിട്ട് ദിവ്യം സഹസ്രവർഷം, ദേവതകളുടെ ഒരു വർഷം എന്ന സമയത്തിൽ, അതായത് 360 സൗരദിനങ്ങൾ ചേരുന്നതാണ് ഒരു സൗരവർഷം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള 360 സൗരവർഷങ്ങൾ ചേരുന്നതാണ് ഒരു ദിവ്യ ദിനം എന്നും പറയുന്നത്. ഇത്തരത്തിലുള്ള 360 ദിവ്യദിനങ്ങൾ ചേരുന്നതാണ് ഒരു ദിവ്യ സംവത്സരം. അത്രയും കാലം ആത്മതപസാ തേന, ഇത്രയും വർഷങ്ങൾ തപസ് ചെയ്ത ആ ബ്രഹ്മാവിനാൽ ആരാധിതഃ ത്വം, ആരാധിക്കപ്പെട്ടിട്ടുള്ള ഭഗവാനെ അങ്ങ് സ്വനിലയം ഏകാദ്ഭുതം വൈകുണ്ഠം തസ്മൈ ദർശിതവാൻ അസി, സ്വന്തം നിലയമായിട്ടുള്ള സ്വന്തം ധാമമായിട്ടുള്ള വൈകുണ്ഠമെന്ന ആ അദ്ഭുതത്തെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. നാലാമത്തെ ശ്ലോകം. മായാ യത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധവിമോഹസാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദഛരീ ച യത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ഹേ വിഭോ, ജഗദ്ഭ്യഃ ബഹിഃ, ഈ 14 ലോകങ്ങൾക്കും പുറത്തുള്ള ഭാതേയത്ര മായാ കദാപി നോ വികുരുതേ, ഈ 14 ലോകങ്ങൾക്കും വെളിയിലുള്ളതും മായയാൽ ഭേദബോധം ജനിപ്പിക്കാത്തതും, അതായത് പരമമായ ആനന്ദ ഐക്യഭാവം തോന്നിപ്പിക്കുന്നതും, ശോകക്രോധം വിമോഹസാധ്വസമുഖ, ശോകം, കോപം, മൗഢ്യം, ഭയം തുടങ്ങിയ ഭാവാസ്തദൂരം ഗതാഃ തുടങ്ങിയ ഭാവങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തതും, പരമജ്യോതി പ്രകാശാത്മകേ സാന്ദ്രാനന്ദఝരീ, പരമമായിട്ടുള്ള പ്രകാശത്തിനാലും പരമാനന്ദ പ്രവാഹത്തിനാലും വിഭാവിതം തത് വൈകുണ്ഠരൂപം, ഇങ്ങനെ വിളങ്ങുന്ന ആ വൈകുണ്ഠസ്വരൂപത്തെ കാട്ടിക്കൊടുത്തു ഭഗവാൻ. തേ ധാമ വിജയത്തെ, അങ്ങയുടെ വൈകുണ്ഠമെന്ന് പേരായിട്ടുള്ള ആ വാസസ്ഥാനം വിജയിച്ചരുളട്ടെ. അഞ്ചാമത്തെ ശ്ലോകം. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവദാതത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഈ ശ്ലോകത്തിൽ വൈകുണ്ഠ ദർശനം നേടിയ ബ്രഹ്മാവ് അവിടെ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. യസ്മിൻ നാമ ചതുർഭുജ, ഇപ്രകാരം പറയപ്പെട്ടിട്ടുള്ള ആ വൈകുണ്ഠലോകത്ത് ചതുർഭുജാഹ, 4 കൈകളോടും ഹരിമണി ശ്യാമാവതാതത്വിഷഃ, കടും നീലരത്നത്തിൻ്റെ നീല നിറത്തിലും നാനാഭൂഷണ രത്ന ദീപിതദിശഃ, നിരവധി ആഭരണങ്ങൾ, അതും രത്നങ്ങൾ പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ആ പ്രഭയാൽ തിളങ്ങുന്നതും ആയിട്ടുള്ള ജനങ്ങളെ
രാജദ്വിമാനാലയ മിന്നിത്തിളങ്ങുന്ന മാളികകളിൽ പാർക്കുന്നതായിട്ടും കണ്ടു. ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാഹ ഭക്തിയാൽ ഈ വിധം എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യാജനാഹ ദിവ്യന്തി ദിവ്യങ്ങളായിട്ടുള്ള ജനങ്ങളാണ് ആ വൈകുണ്ഠത്തിൽ വിളയാടുന്നത് എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവിന് വൈകുണ്ഠ ദർശനമുണ്ടായപ്പോൾ അവിടെ ഭഗവാനെ പോലെ തന്നെ നീലനിറത്തോടും 4 കൈകളോടും കൂടി ഒപ്പം രത്നങ്ങൾ പതിച്ചിട്ടുള്ള ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് ഉന്നതമായിട്ടുള്ള മാളികകളിൽ പാർക്കുന്ന ഭഗവാനോട് സാരൂപ്യമുക്തി നേടിയിട്ടുള്ള ഭക്തരെയാണ് കാണുവാനായിട്ട് സാധിച്ചത്. 5 തരത്തിലാണ് മുക്തിയെപ്പറ്റി പറയുന്നത്. സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സായുജ്യം, പിന്നെ കൈവല്യവും. ഇവിടെ സാരൂപ്യമുക്തിയെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഭക്തി കൊണ്ട് ഭഗവാന്റേതുപോലെയുള്ള രൂപത്തിൽ സ്വയം ലയിക്കുന്നതിനെയാണ് സാരൂപ്യമുക്തി എന്ന് പറഞ്ഞത്. അത്തരത്തിൽ അവരവരുടേതായിട്ടുള്ള ഭക്തിയാൽ ഭഗവാനോട് സാരൂപ്യമുക്തി നേടിയിട്ടുള്ള ഭക്തരെയാണ് ബ്രഹ്മാവിന് അവിടെ കാണുവാനായിട്ട് സാധിച്ചത്. 6ാമത്തെ ശ്ലോകം. നാനാ ദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വാൻമോഹന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവാ തത്തേ പദം തേഹി മേ. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ നിരവധി ദിവ്യസേവികമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടും വിദ്യുല്ലതാ തുല്യയ ഒരു മിന്നൽക്കൊടി പോലെ ശോഭനമായിട്ടുള്ളതുമായ വിദ്യോതിത ശാന്തര ദിക്കുകളെയൊക്കെ മോഹിപ്പിക്കും വണ്ണവും വിശ്വൻ മോഹനഗാത്ര ലോകത്തെ ആകെ തന്നെ മോഹിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ശരീരത്തോടും കൂടിയിട്ടുള്ള ത്വത്പാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മി അങ്ങയുടെ പാതാരവിന്ദങ്ങളിലുള്ള ആ സൗരഭത്തിൽ ആകൃഷ്ടയായിട്ട് യസ്മിൻ സ്വയം ലക്ഷ്യത്തെ എവിടെയാണോ ആ ലക്ഷ്മി ദേവി സ്വയം പ്രത്യക്ഷയായിട്ടിരിക്കുന്നത് വിസ്മയനീയ ദിവ്യവിഭവ തത്തേ പദം മേ ദേഹി ഇങ്ങനെയുള്ള അത്ഭുതമുണ്ടാക്കുന്ന ദിവ്യവസ്തുക്കളുള്ള ആ വൈകുണ്ഠലോകത്തെ എനിക്കും അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാക്കിത്തരയണമേ എന്നാണ് പറയുന്നത്. അതായത് ദിവ്യ സേവികമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടും എല്ലാവരെയും മോഹിപ്പിക്കുന്നതുമായിട്ടുള്ള സൗന്ദര്യധാമമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ദേവി മറ്റ് ഭക്തന്മാരിലെല്ലാം അസ്ഥിരയാണ് എങ്കിലും അങ്ങയുടെ പാദങ്ങളിലുള്ള ആ സൗരഭത്തിൽ ആകൃഷ്ടയായിട്ട് അമ്മ എപ്പോഴും അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആ വൈകുണ്ഠലോകത്തെ എനിക്കും അനുഭവിക്കുവാനുള്ള ഭാഗ്യത്തെ നൽകണേ, അതായത് സാലോക്യമുക്തിയെ നൽകണേ എന്നാണ്. ആ ലോകത്തെ ഭഗവാൻ വസിക്കുന്ന ആ ലോകത്തെ എനിക്കും പ്രാപിക്കുവാനായി സാധിക്കണേ എന്നതാണിവിടെ പ്രാർത്ഥന. തത്രൈവം പ്രതിദർശിതേ നിജപതേ രത്നാസനധ്യാസിതം ഭാസത് കോട്ടിലസത്കിരീടകടകാദ്യാകൽപദീപ്രാകൃതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതു മേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ ഇപ്രകാരം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠലോകത്തിൽ രത്നാസനധ്യാസിതം രക്തങ്ങൾ പതിച്ച സിംഹാസനത്തിൽ വാണരുളിക്കൊണ്ട് ഭാസ്വത് കോടിലസത് കിരീടകടകാദ്യാകൽപദീപ്രാകൃതി കോടി സൂര്യന്മാർ ഒരുമിച്ചു വരുമ്പോഴുണ്ടാകുന്ന അത്രയും പ്രകാശത്തിന് സമമായിട്ടുള്ള കിരീടവും അതേപോലെ കടകങ്ങളും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് വിളങ്ങുന്ന രൂപത്തോടും ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിഛായാരുണം ശ്രീവത്സം എന്നു പേരായ മറുകിനോടും സ്വയം സ്വീകരിച്ച കൗസ്തുഭമണിയുടെ ആ ചുവന്ന നിറം കൊണ്ടും അടയാളപ്പെടുത്തിയിട്ടുള്ളതും വിശ്വേഷാം കാരണം വിശ്വത്തിനാകമാനം കാരണമായിട്ടുള്ളതുമായ അങ്ങയുടെ തവ രൂപം വിധി ഐക്ഷത ആ ബ്രഹ്മാവും കണ്ടു. തത്തേ മേ ഭാതു ആ രൂപം എനിക്കും തെളിഞ്ഞു കാണുവാനുള്ള അനുഗ്രഹം തരണേ എന്നാണ് ഭഗവാനോട് ഇവിടെ പ്രാർത്ഥന.
കാളാംഭോദകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. വിഭോ കാളാംബോധകളായ കോമളരുചി ചക്രേണ, കാർമേഘത്തിൻ്റെയും കായാമ്പൂവിൻ്റെയും കാന്തി കൊണ്ട് ചക്രം ദിശാം ആവൃണ്വാനം, ദിക്കുകളെ ആകെ മൂടുന്ന കാന്തിയോടും ഉദാര മന്ദഹസിത സ്യന്തപ്രസന്നാനനം, സുന്ദരമായിട്ടുള്ള മന്ദഹാസം കൊണ്ട് പ്രസന്നമായിട്ടുള്ള മുഖത്തോടും രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം, ശംഖ ചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 കൈകളോടും വിളങ്ങുന്ന അങ്ങയുടെ ആ രൂപം സൃഷ്ടതുഷ്ടികരം, സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിന് സന്തോഷത്തെ നൽകുന്നതാണ്. തവ വപുഹു മദ്രോഗമുദ്വാസയേത്, അങ്ങയുടെ ആ രൂപം എൻ്റെ രോഗങ്ങളെയും ദൂരീകരിക്കണേ എന്നതാണ് ഇവിടെ പറയുന്നത്. 9-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭോ ത്വത്പാദപാധോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥേ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈതഭവത് സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭോ, ആ പരമാത്മാവായ ഭഗവാനെ കണ്ടപ്പോൾ സംഭ്രമിക്കപ്പെട്ട പരിഭ്രമിക്കപ്പെട്ട കമലഭുവായിട്ടുള്ള താമരയിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ള ആ ബ്രഹ്മാവ് പാധോരുഹേ, അങ്ങയുടെ ആ പാദാരവിന്ദങ്ങളിൽ ഹർഷാവേശവശം വദ നിപതിത, പരമാനന്ദത്താൽ വശംവദനായിട്ട് ആ പാദങ്ങളിൽ വീണു. ആ പാദങ്ങളിൽ വീണ് നമിച്ചിട്ട് പ്രീത്യാ കൃതാർത്ഥീഭവൻ, സന്തോഷത്താൽ കൃതാർത്ഥനായിട്ടും ജാനാസ്യേവ മമ മനീഷിതം വിഭോ, അല്ലയോ ഭഗവാനെ, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമെന്ന് എനിക്കറിയാം എന്ന് ബ്രഹ്മാവ് പറയുന്നു. ദ്വൈതാദ്വൈതഭവത് പര, ദ്വൈതമെന്നും അദ്വൈതമെന്നും പരമെന്നും അപരമെന്നും ഉള്ള, പ്രപഞ്ചമെന്നും ബ്രഹ്മമെന്നും ഉള്ള അങ്ങയുടെ ഈ 2 രൂപങ്ങളെയും പറ്റിയുള്ള ജ്ഞാനം എനിക്ക് ഉണ്ടാക്കിത്തരണമേ എന്ന് അപേക്ഷിച്ചു. 10-ാമത്തെ ശ്ലോകം. ആ താമ്രേ ചരണേ വിനിമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗവിധിഭിർബന്ധോപി സംജായത്തെ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തच्चित्तगूढ സ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഖതാം. അഥ ആ താമ്രേ ചരണേ, അതിനുശേഷം ആ താമ്രേ ചരണേ, ഉദിച്ചുയരുന്ന ഒരു സൂര്യൻ്റേതുപോലെയുള്ള ചുവന്ന ആ പാദങ്ങളിൽ വിനമ്രം തം, വീണു നമിച്ചിട്ടുള്ള ആ ബ്രഹ്മാവിനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ, സ്വന്തം കൈകൾ കൊണ്ട് ബ്രഹ്മാവിൻ്റെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തേ ബോധ ഭവിത, അങ്ങേക്ക് അതിനുള്ള ബോധം ഉണ്ടായിക്കൊള്ളും, സൃഷ്ടി ചെയ്യുവാനുള്ള ബോധം ഉണ്ടായിക്കൊള്ളും എന്നും സർഗവിധിഭി ബന്ധഃ ന സംജായത്തെ ഇതി ഗിരം ആഭാഷ്യ, ഈ സൃഷ്ടികർമ്മം അങ്ങ് നടത്തിയാലും യാതൊരു വിധത്തിലുമുള്ള കർമ്മബന്ധങ്ങളും അങ്ങേക്ക് ഉണ്ടാവുകയില്ല എന്നു പറഞ്ഞിട്ട് നിതരാം പ്രതോഷ്യ, ആ ബ്രഹ്മാവിനെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ട് തच्चित्तगूढം സ്വയം, ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ സ്വയം ഒളിഞ്ഞിരുന്ന് തം സൃഷ്ടൗ സമുദൈ അയഃ, ആ ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ തന്നെ പ്രേരിപ്പിച്ചു. സ ഭഗവൻ ഉല്ലാഖതാം ഉല്ലാസയ, അത്തരത്തിലുള്ള ആ ഭഗവാൻ എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കട്ടെ എന്നാണ് ഇവിടെ മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന.